ഹലോ! നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോനിച്ചേട്ടന്റെ ഷോറൂമിൽ നിന്ന് വാഗമണ്ണിനൊരു ട്രിപ്പ് പോവാം. കൂടെ ഞാനും കുഞ്ഞും ഉണ്ട്. നൈറ്റ് നമ്മൾ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം കറങ്ങാനാണ് പ്ലാൻ. ഒരു ട്രാവലറിലാണ് കേട്ടോ നമ്മൾ പോയത്. അതിനുള്ള ആളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ട്രിപ്പിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താന്നല്ലേ, നമ്മുടെ കുഞ്ഞിപ്പെണ്ണുണ്ടായ പിന്നെ നമ്മൾ ആദ്യമായിട്ട് പോകുന്നൊരു ഫാമിലി ട്രിപ്പായത്. കുഞ്ഞിനെയും കൊണ്ട് ഈ ട്രിപ്പ് പോകുന്നതിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, രാത്രിയിൽ ഇങ്ങനെ കളർഫുൾ ലൈറ്റൊക്കെ ഇട്ട് ഫുൾ പാട്ടൊക്കെ വെച്ച് പോകുമ്പം ആള് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറമായിരുന്നു അവള്. തുള്ളി മറിഞ്ഞ ആള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഓരോ പാട്ട് കഴിയുമ്പോഴും പപ്പാ പാത്തേ പാത്തേ എന്ന് വിളിച്ചു പോവുമായിരുന്നു. കുഞ്ഞിപ്പെണ്ണിന്റെ ഡാൻസ് കണ്ടോ? അങ്ങനെ പാട്ടും കൂത്തും ഒക്കെ കഴിഞ്ഞ് ഒരു 10 മണിയായപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാനെടുത്ത സ്പോട്ടിൽ വന്നു. ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ വൈകിട്ട് അവിടെ ചെന്ന് കുക്ക് ചെയ്താണ് കേട്ടോ കഴിച്ചത്. കപ്പയും മധുരക്കിഴങ്ങും പുഴുങ്ങി കൂടെ ചിക്കൻ കറിയും വെച്ചു. അതിനിടയ്ക്ക് ഗ്രില്ലടിക്കാനുള്ള ചിക്കനും മസാല പുരട്ടി മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ കപ്പയും മധുരക്കിഴങ്ങും പിന്നെ ചിക്കൻ കറിയും പിന്നെ സാലഡും ഉണ്ടാക്കിയായിരുന്നു. അതെല്ലാം കൂടെ കഴിച്ചു. കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് 2 മണിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്യാൻ ഒരു വീട് പോലാണ് കേട്ടോ എടുത്തത്. ഇതാണ് ഞങ്ങൾ കിടന്ന റൂം. ഇങ്ങനത്തെ ഒരു 2-3 റൂം ഉണ്ടായിരുന്നു അവിടെ. വലിയ ഗെറ്റപ്പ് ഒന്നും അല്ലെങ്കിലും നല്ല റൂം തന്നെയായിരുന്നു. എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ടായിരുന്നു. പപ്പ അടുത്തുണ്ടെങ്കിലേ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങത്തുള്ളൂ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയപ്പോൾ പപ്പ അവിടുന്ന് മുങ്ങി. ചെറിയ തണുപ്പുണ്ടായിരുന്നത് കൊണ്ട് ഒരു ഹൂഡിയൊക്കെ ഇട്ട് അടുത്ത പരിപാടിക്ക് പോയി മോനിച്ചേട്ടൻ. അടുത്ത കലാപരിപാടി ക്യാമ്പ് ഫയർ ആയിരുന്നു കേട്ടോ. കുഞ്ഞുറങ്ങിയതുകൊണ്ട് ഞാൻ പോയില്ല. അവരങ്ങ് തകർത്തു വാരി. ഇത്രയും വർഷത്തിനിടയ്ക്ക് എൻ്റെ കെട്ടിയവൻ്റെ ഇത്തരം തുള്ളലുകൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് എല്ലാം കിടന്നപ്പോൾ 5 മണിയോളമായി. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പം കുഞ്ഞിപ്പെണ്ണ് ആകെ മൂശാട്ട. അങ്ങനെ പെണ്ണിനെ ഒരു ടർക്കിയിലൊക്കെ പൊതിഞ്ഞ് പുറത്തൊക്കെ കൊണ്ടുപോയി ഒന്ന് കറക്കി. രാത്രിയിൽ അവിടെ ഒന്നും കാണാൻ പറ്റാഞ്ഞത് കൊണ്ട് ഒന്ന് കറങ്ങി കണ്ടു. ചെറിയ രീതിയിൽ മഞ്ഞും പിന്നെ ചെറിയ തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്പോട്ട്. അങ്ങനെ നമ്മൾ കുളി ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇത് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തിന്റെ ബാൽക്കണി വ്യൂ ആട്ടോ. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലോട്ട് പോവാട്ടോ. ആദ്യം നമ്മൾ മൊട്ടക്കുന്നിലോട്ടാണ് പോകുന്നത്. മൊട്ടക്കുന്നിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അങ്ങനെ പോകുന്ന വഴിക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു. ഇറങ്ങാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ മൊട്ടക്കുന്നിലെത്തി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല കേട്ടോ. ഒരുപാട് തവണ വന്ന് കയറിയിട്ടുള്ളത് കൊണ്ടാട്ടോ കയറാഞ്ഞത്. നല്ല പൊരി വെയിലായിരുന്നു. അതാ മൊട്ടക്കുന്നിലും കാണാമായിരുന്നു. അവിടെ ഒരു ശകലം പച്ചപ്പില്ലായിരുന്നു. എല്ലാം ഉണങ്ങി കരിഞ്ഞു നിൽക്കുമായിരുന്നു. ജസ്റ്റ് ആ പുറത്ത് നിന്ന് അവിടെ ഒന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ കടകളിലോട്ട് പോയി. ഒരുപാട് കടകളുണ്ടായിരുന്നു. കുഞ്ഞ് വഴക്കുണ്ടാക്കുമോ എന്ന് ചോദിച്ചവരോടൊക്കെ ഏയ് കുഞ്ഞ് നല്ല കുഞ്ഞാ, വഴക്കുണ്ടാക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ ആ പ്രതീക്ഷ അങ്ങ് തെറ്റിച്ച് കളഞ്ഞു. കാണുന്നതൊക്കെ വേണോന്നും പറഞ്ഞ് വഴക്ക് പിടിച്ചു. ഓരോ കടയുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴും ഒരു സൈഡ് വലിവുണ്ടായിരുന്നു. പിന്നത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതാ കണ്ടില്ലേ, കുഞ്ഞിപ്പെണ്ണിന് ഇങ്ങനെ അങ്ങ് നടക്കണം. പിന്നെ പപ്പായുടെ കൈയൊക്കെ പിടിച്ച് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ അങ്ങ് നടന്നു. അവിടുന്ന് നമ്മൾ കുറച്ച് ചോക്ലേറ്റും തേയിലപ്പൊടിയൊക്കെ വാങ്ങി. പിന്നെ ദാ ഈ ടോമിനെ വാങ്ങി. ദാ ഈ ഒരു ബാഗ് വാങ്ങി. പിന്നെ കുഞ്ഞിപ്പെണ്ണിന്റെ ഇരിക്കുന്ന ആ ഊത്ത് കണ്ടില്ലേ, അതും വാങ്ങി. പിന്നെ നമ്മൾ വണ്ടി കയറി അടുത്ത സ്പോട്ടിലെത്തി. ചൂടിന് ഒരു കുറവും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 ആളും തലേ തുണിയൊക്കെ ഇട്ടോണ്ടാ പോയെ. അപ്പൊ നമ്മൾ അടുത്തായിട്ട് എത്തിയിട്ടുള്ളത് പൈൻ വാലിയിലാണ്. ഇവിടെ വന്നപ്പോഴും കുഞ്ഞിപ്പെണ്ണിന് ഇറങ്ങി നടക്കണം. തെന്നും വീഴും എന്നൊക്കെ പറഞ്ഞ അവക്കുണ്ടോ മനസ്സിലാവുന്നു. ഇടയ്ക്കൊക്കെ നല്ല വീഴ്ചയും വീഴുന്നുണ്ട്.
റോഡിന്റെ അതിലെയുള്ള നടപ്പ് കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചും കയറിപ്പോന്നു. അങ്ങോട്ട് തുള്ളിച്ചാടി പോയതുപോലല്ല, തിരിച്ചു കയറി വന്നപ്പോഴത്തേന് ആകെ ക്ഷീണിച്ചു പോയി. അവിടുന്ന് നമ്മൾ നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിലോട്ട്. അഡ്വഞ്ചർ റൈഡുകളുടെയൊക്കെ വീഡിയോ എടുത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത്, വീഡിയോ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. ഈ കാണുന്നത് പിന്നെ കുട്ടികളുടെ റൈഡുകളാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ റൈഡുകളിലൊന്നും കയറിയില്ല, പേടി കൊണ്ടാണെന്ന് വിചാരിക്കല്ലേ. കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയായിരുന്നു. ഞങ്ങൾ പിന്നെ ഫുഡിന് ഓർഡറും കൊടുത്ത് അതും വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവിടുന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി കഴിച്ചു. കുഞ്ഞു ഉണർന്നപ്പം നമ്മൾ അവിടെ നിന്ന് കുഞ്ഞിന് ചോറും വാങ്ങിക്കൊടുത്തു. അങ്ങനെ നമ്മൾ ഇത് അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, പരുന്തുംപാറ. പൊരി വെയിലായതുകൊണ്ട് എല്ലാം ഉണങ്ങി കരിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഐസ്ക്രീമും മാങ്ങയും തണ്ണിമത്തനും ഒക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. പിന്നെ കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു. ഇവിടുന്നും കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയതെല്ലാം വാങ്ങിപ്പിച്ചതാണ്. കുഞ്ഞിപ്പോ കറക്കിയ ആ സാധനവും പിന്നെ ദാ ഈ പാവയും പിന്നെ ഒരു കാറുമാണ് കേട്ടോ അവിടുന്ന് വാങ്ങിയത്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിൽ പോകാൻ വേണ്ടി വണ്ടി കയറിയിരിക്കുക നമ്മള്. അങ്ങനെ വീട്ടിലെത്തിയപ്പം സമയം 10:30 പിന്നെ കട്ടില് കണ്ടതേ ഓർമ്മയുള്ളൂ, ഒറ്റ ഉറക്കമായിരുന്നു. നമ്മുടെ വാഗമൺ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ ടാറ്റാ.